വെൽക്കം ടു ഓൾ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് മഷ്റൂം കൾച്ചറിൽ സ്പോൺ കൾച്ചർ എങ്ങനെയാണെന്നുള്ളതാണ് അല്ലേ. സ്പോൺ എന്ന് പറയുന്ന സംഭവം എന്താണ്? മഷ്റൂമിൻ്റെ വെജിറ്റേറ്റീവ് സീഡ് മെറ്റീരിയലാണ് അല്ലേ. വെജിറ്റേറ്റീവ് സീഡ് മെറ്റീരിയലാണ് സ്പോൺ എന്ന് പറയുന്നത്. ഇന്ന് പറയുന്നത് നമ്മൾ സ്പോണൊക്കെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞ് എങ്ങനെയാണ് മഷ്റൂം കൾച്ചർ ചെയ്യുന്നത്. അതിപ്പോൾ കമേഴ്ഷ്യലി ആണെന്നുണ്ടെങ്കിലും അല്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ ആണെന്നുണ്ടെങ്കിലും ഈ സ്റ്റെപ്സൊക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കും വീട്ടിൽ മഷ്റൂം ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് എക്സൈക്ക് വരുന്ന പോർഷനാണ്, കറക്റ്റായിട്ട് പഠിക്കാം. ഇതിലുള്ള സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ മൈസീലിയൽ ഗ്രോത്ത്, കൾട്ടിവേഷൻ, പ്രിപ്പറേഷൻ ഓഫ് സബ്സ്ട്രേറ്റ്, പിന്നെ പാസ്ചറേഷൻ ഓഫ് സബ്സ്ട്രേറ്റ്, സ്പോണിങ്, സ്പോൺ റണ്ണിങ്, ക്രോപ്പിംഗ് ആൻഡ് ഹാർവെസ്റ്റിംഗ്. ഇത്രയും സ്റ്റെപ്സേ ഉള്ളൂ. സ്റ്റെപ്സ് കുറേ ഉണ്ടെന്ന് കണ്ടിട്ട് പേടിക്കേണ്ട, എളുപ്പമാണ് എല്ലാതും. പിന്നെ നമ്മൾ ഈ പറയുന്ന മെത്തേഡ് അല്ലാതെ നമ്മളിപ്പോൾ പറയുന്ന പ്ലാസ്റ്റിക് ക്യാരി ബാഗിൽ അല്ലെങ്കിൽ നമ്മുടെ പോളിത്തീൻ ബാഗിൽ കൾച്ചർ ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്. അതല്ലാതെ പല ഭാഗത്തും വേറെ രീതിയിലും മഷ്റൂം കൾച്ചർ ചെയ്യുന്നുണ്ട്. ആ ഒരു ടെക്നിക്കാണിത്. നിങ്ങൾക്ക് പഠിക്കാനില്ല, ജസ്റ്റ് പറയുന്നതേ ഉള്ളൂ. മരത്തിൻ്റെ കഷ്ണങ്ങളുണ്ടല്ലോ, ബ്രാഞ്ചസ്, ആ ബ്രാഞ്ചസിലൊക്കെ ചെറിയ ചെറിയ ഹോൾസ് ഉണ്ടാക്കിയിട്ട് ആ ഹോളുകളിലേക്ക് നമ്മുടെ സ്പോൺ അല്ലെങ്കിൽ മൈസീലിയൽ ഗ്രോത്ത് ഉണ്ടല്ലോ, ആ വൈറ്റ് പാർട്ട്, അതിങ്ങനെ ഇറക്കി വയ്ക്കും. എന്നിട്ട് അതൊരു ഹ്യൂമിഡ് ആയിട്ടുള്ള നമ്മുടെ കാട് പോലെയുള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ നാച്ചുറലി ആണ് അവർ കൊണ്ടുവയ്ക്കുക, അല്ലാതെ ലാബിലൊന്നുമല്ല വയ്ക്കുക. ഇങ്ങനെ തോട്ടങ്ങളൊക്കെ ഇല്ലേ, അതിൻ്റെ ഇടയിലൊക്കെ ഷെയ്ഡായിട്ടുള്ള റീജിയണിലൊക്കെ ഇങ്ങനെ കൊണ്ട് കൂട്ടി വയ്ക്കും. കുറച്ച് നാൾ കഴിഞ്ഞാൽ അതിൽ നിന്ന് ഇങ്ങനെ നമ്മുടെ മഷ്റൂംസൊക്കെ വരും. അങ്ങനെയുള്ള മഷ്റൂം കൾച്ചർ നടക്കുന്നുണ്ട്. നമ്മളിന്ന് പറയാൻ പോകുന്നത് ഈ ഒരു മെത്തേഡല്ല, നമ്മുടെ വൈക്കോല് വെച്ചിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. വൈക്കോൽ അല്ലെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വേറൊരെണ്ണമാണ് അറക്കപ്പൊടിയില്ലേ, മരം മുറിക്കുമ്പോൾ കിട്ടുന്ന അറക്കപ്പൊടി യൂസ് ചെയ്യാം. പക്ഷേ അത് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. കാതിലുള്ള മരങ്ങൾ എന്ന് പറയില്ലേ, കട്ടിയുള്ള മരങ്ങൾ, തേക്ക്, അങ്ങനെയുള്ള മരങ്ങളില്ലേ, അതിൻ്റെ ഒന്നും അറക്കപ്പൊടി യൂസ് ചെയ്യാൻ പാടില്ല. കാരണം അതിനൊക്കെ തിക്കായത് കാരണം അവരുടെ സെല്ലുകൾക്കൊക്കെ നിങ്ങൾക്ക് തന്നെ അറിയാം, ഹാർഡ് വുഡ് ഉണ്ടല്ലേ, ഹാർഡ് വുഡ് ആവുന്ന സമയത്ത് അതിൽ കൂടെ ഉള്ള മൈസീലിയൽ ഗ്രോത്തൊക്കെ വളരെ സ്ലോ ആയിരിക്കും. അപ്പോൾ നമ്മൾ മാത്രമല്ല, നമുക്ക് പ്രതീക്ഷിച്ചൊരു ഈൽഡ് അതിൽ നിന്ന് കിട്ടുകയില്ല. അതുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് സ്ട്രോ ആണ്, വൈക്കോലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പ്രോസസ്സിങ് തൊട്ട് സ്റ്റാർട്ടിങ് തൊട്ട് ഹാർവെസ്റ്റിംഗ് വരെയുള്ള കാര്യങ്ങൾ, പാക്കിംഗ് വരെയുള്ള നമുക്ക് നോക്കാം. ഫസ്റ്റത്തെയാണ് മൈസീലിയൽ ഗ്രോത്ത്. മെയിനായിട്ട് യൂസ് ചെയ്യുന്ന 2 ടൈപ്പ് മഷ്റൂംസ് ആണ് കൂടുതലായിട്ട് കേരളത്തിലൊക്കെ യൂസ് ചെയ്യാറുള്ളത്. നമ്മുടെ ഓയിസ്റ്റർ മഷ്റൂംസും അതുപോലെ മിൽക്ക് മഷ്റൂംസും. അല്ല, ഓയിസ്റ്റർ മഷ്റൂമിൻ്റെ ആണ് പറയുന്നത്. സ്പീഷീസ് ഓഫ് പ്ലൂറോടോപ്പസ് ആർ ഈസിലി ടു ബി ഗ്രോൺ ഇൻ ലബോറട്ടറി. ദി ഗ്രോ വെൽ ഓൺ സെവറൽ മീഡിയാസ് ലൈക്ക് ഓട്സ് അഗർ, PDA, എക്സെട്ര. PDA എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? പൊട്ടറ്റോ ഡെക്സ്ട്രോസ് അഗാറാണ്. സ്പോണിൻ്റെ പ്രിപ്പറേഷനൊക്കെ നമ്മൾ പറഞ്ഞല്ലോ, അതിൻ്റെ ജസ്റ്റ് കണ്ടിന്യൂവേഷൻ പോലെയാണ്. നമ്മൾ സ്പോൺ പ്രിപ്പയർ ചെയ്ത് വെച്ചു. ഇനി എങ്ങനെയാണെന്നുള്ളത് അത് കൾച്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും ആവശ്യമുള്ളതാണ്, അല്ലെങ്കിൽ കൂടുതൽ ഈൽഡ് കിട്ടുന്നതാണ് പാഡി സ്ട്രോ. നമ്മുടെ നെല്ലിൻ്റെ ആ ഒരു വൈക്കോൽ എന്ന് പറയുന്നത് വൈക്കോല്. പാഡി സ്ട്രോ ഇസ് മോസ്റ്റ് ഐഡിയൽ യൂട്ടിലൈസേഷൻ ഓഫ് പാഡി ആൻഡ് ഇറ്റ് ഓൺലി കോസ്റ്റ് എ ലോ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്. എന്താണ് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്താൽ നമുക്ക് സ്ട്രോ വേസ്റ്റ് ചെയ്യുകയും വേണ്ട. അതായത് എന്താണ്, വൈക്കോല് വെറുതെ കളയുകയും വേണ്ട. നമ്മൾ കളയല്ലല്ലോ ചെയ്യുക, എന്നാലും അത് ആ ഒരു വേസ്റ്റ് പ്രൊഡക്റ്റ് പോലെയാണല്ലോ. നമുക്ക് വേണ്ടത് നെല്ലായിരുന്നു, നമ്മളത് എടുത്തു കഴിഞ്ഞു, ബാക്കി ശരിക്കും സ്ട്രോ എന്ന് പറഞ്ഞ ഒരു വേസ്റ്റ് പ്രൊഡക്റ്റാണ്. അപ്പോൾ അത് വെറുതെ കളയണ്ട, നമുക്കതും യൂസ് ചെയ്യാൻ പറ്റും. മാത്രമല്ല ഈ സ്ട്രോ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ ചെറിയ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രം മതി. കാരണം വളർത്താൻ ആവശ്യമുള്ള ഒരു മീഡിയത്തിന് വേണ്ടിയിട്ട് നമ്മൾ പിന്നെ സെർച്ച് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഇതാണെങ്കിൽ കേരളത്തിലൊക്കെ നന്നായിട്ട് അവൈലബിൾ ആയിട്ടുള്ള സാധനമാണ്, ചീപ്പ് റേറ്റിൽ നമുക്ക് കിട്ടുന്നതുമാണ്. അതുകൊണ്ട് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ കുറച്ച് മതി. ഇനി എങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് നമുക്കിത് കൃഷി ചെയ്യാൻ പറ്റുന്നത്? താച്ച്ഡ് ഷെഡുകൾ, ഇപ്പോൾ നമ്മൾ പണ്ട് കാണാറുള്ള ഓല വീടുകളൊക്കെ പോലെയുള്ള സെറ്റപ്പില്ലേ, അങ്ങനെയൊക്കെ ഇതിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് നടാൻ പറ്റും. അതായത് അങ്ങനെയുള്ള ചെറിയ സെറ്റപ്പ് ആണെങ്കിൽ നമുക്ക് നടാൻ പറ്റും. വുഡൻ പോൾസ്, അതുപോലെ ബ്രിക്സ്, പിന്നെ നമ്മുടെ ഓല ഉണ്ടല്ലോ, തെങ്ങിൻ്റെ ഓല, മെടഞ്ഞ ഓലയൊക്കെ ഇല്ലേ, അതൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ചെറിയ രീതിയിൽ തന്നെ ചെയ്യാവുന്നതാണ്. അതാകുമ്പോൾ ഈ ഒരു കണ്ടീഷൻ ആകുമ്പോൾ നല്ലൊരു എയർ സർക്കുലേഷൻ ഉണ്ടാവും. മാത്രമല്ല ഹ്യൂമിഡ് ആയിട്ടുള്ളൊരു കണ്ടീഷൻ അതിൻ്റെ അകത്ത് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും നമുക്ക് പറ്റും.
ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വെന്റിലേഷനും ലൈറ്റും അതുപോലെ ഹ്യൂമിഡിറ്റിയും അത് ആ 3 കാര്യങ്ങളാണ് മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടത്. കാരണം എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ആണെങ്കിൽ അത് ശരിയാവില്ല. അതുപോലെ ഹ്യൂമിഡിറ്റി കുറവായാലും പറ്റില്ല. നല്ല ഹൈ ഹ്യൂമിഡിറ്റി ഒക്കെ വേണം. 70 to 85% ഹ്യൂമിഡിറ്റി ഒക്കെ വേണം. കാരണം ഇതൊരു ഫംഗസ് ആണല്ലോ. ഫംഗസിന് ഫേവറബിൾ ആയിട്ടുള്ളൊരു കണ്ടീഷൻ വേണം നമ്മൾ ഒരുക്കി കൊടുക്കാൻ. പിന്നെ ആവറേജ് റേറ്റാണ് പറയുന്നത് 10 മുതൽ 15 സ്ക്വയർ മീറ്റർ വരെയുള്ള അതായത് ഒരു ചെറിയൊരു ഇങ്ങനത്തെ റൂമാണെന്നുണ്ടെങ്കിൽ നമുക്കതിൽ നിന്നൊരു ഡെയിലി 10 കിലോ വരെ മഷ്റൂംസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമെന്നാണ്. അതുപോലെ പ്രോപ്പറായിട്ടുള്ള എയറേഷനും ലൈറ്റൊക്കെ വേണം. പീരിയോഡിക്കായിട്ട് നമ്മൾ വാട്ടർ ചെയ്തുകൊണ്ടിരിക്കണം. പീരിയോഡിക് വാട്ടറിംഗ് എന്ന് പറഞ്ഞാൽ ഡെയിലി വൺസ് അല്ല. ഇപ്പോൾ ഒരു ദിവസം തന്നെ 3 പ്രാവശ്യമൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടി വരും. ആ വെള്ളം ഒഴിക്കുന്നതിനും പല രീതികളുണ്ട്. അതൊക്കെ നമുക്ക് നോക്കാം. അതുപോലെ ഹ്യൂമിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ ഗ്രൗണ്ട് ലെവൽ ഉണ്ടല്ലോ, അതിൽ നമുക്ക് പൂഴിയൊക്കെ വിരിക്കാം. അപ്പോൾ ആ പൂഴി നനച്ചു കൊടുത്താൽ തന്നെ അതിലും ഒരു തണുപ്പ് ഇങ്ങനെ നിലനിൽക്കും. അതുപോലെ സൈഡുകളിലൊക്കെ ചണത്തിൻ്റെ ചാക്കില്ലേ, അതും നനച്ചിട്ട് കൊടുക്കും. അപ്പോൾ അതും ഹ്യൂമിഡിറ്റി പുറത്ത് പോവാതെ അതിൻ്റെ ഉള്ളിൽ ഒരു നല്ല ഹ്യൂമിഡായിട്ടുള്ള കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കും. ഓക്കെ, എളുപ്പമല്ലേ പറഞ്ഞൊക്കെ. ഇനി അടുത്തത് പ്രിപ്പറേഷൻ ഓഫ് സബ്സ്ട്രേറ്റ്. പ്രിപ്പറേഷൻ ഓഫ് സബ്സ്ട്രേറ്റിൽ പറയുന്നത് നമ്മൾ സ്ട്രോ ആണല്ലോ യൂസ് ചെയ്യുന്നത്, വൈക്കോലാണല്ലോ യൂസ് ചെയ്യുന്നത്. ആ വൈക്കോലിന് നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്തെടുക്കുന്നു, അല്ലെങ്കിൽ ഏത് രൂപത്തിലാക്കിയിട്ടാണ് നമ്മൾ അതിനെ യൂസ് ചെയ്യാൻ പോകുന്നത്. നല്ല കേടുകളൊന്നും വരാത്ത, ഇപ്പോൾ പാഡിക്കൊക്കെ നെല്ലിനൊക്കെ കേട് വന്ന നെല്ലുകളുണ്ടായിരിക്കും, അതൊന്നല്ല, നല്ല വൈക്കോൽ തന്നെ എടുക്കുക. എന്നിട്ടത് ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്യുക. 8 മുതൽ 10 സെൻറ്റിമീറ്ററൊക്കെ വരെയുള്ള ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഓവർനൈറ്റ് ഇത് സോക്ക് ചെയ്ത് വെക്കുക. വെള്ളത്തിൽ മുക്കി വെക്കുക. 6 മുതൽ 8 മണിക്കൂർ വരെയൊക്കെ നൈറ്റ് മൊത്തം സോക്ക് ചെയ്ത് വെക്കുക. പിറ്റേ ദിവസം അതിൻ്റെ വെള്ളമൊക്കെ മീൻസ് എക്സസ് ആയിട്ടുള്ള വാട്ടറൊക്കെ എടുത്ത് കളയാം. അതാണ് ഫസ്റ്റ്. ഇനി അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പാസ്ചറൈസേഷൻ ആണ്. പാസ്ചറൈസേഷൻ എന്ന് പറയുന്ന വാക്ക് കുറേ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ. പാസ്ചറൈസ് ചെയ്യുക. അതിന് ഇതിനുള്ള മൈക്രോ ഓർഗാനിസത്തിനൊക്കെ നമ്മൾ കില്ലയാണ് ചെയ്യുന്നത്. കാരണം വൈക്കോൽ എന്ന് പറഞ്ഞാൽ പാടത്തുണ്ടായിരുന്നൊരു സാധനമാണ് അല്ലേ. അപ്പോൾ അതിൽ നമ്മൾ വളർത്താൻ പോകുന്ന മഷ്റൂമിൻ്റെ സാധനങ്ങളല്ലാതെ ഒരുപാട് മൈക്രോ ഓർഗാനിസംസ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിനൊക്കെ നമ്മൾ കില്ല് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പാസ്ചറൈസേഷൻ ചെയ്യുന്നത്. ഇറ്റ് മിനിമൈസ് ദ കണ്ടാമിനേഷൻ ആൻഡ് ഓൾസോ എൻഹാൻസ് ഈൽഡ്. ഇതെന്തൊക്കെ ചെയ്യും? കണ്ടാമിനേഷൻ മിനിമൈസ് ചെയ്യും, അതുപോലെ ഈൽഡിനെ എൻഹാൻസ് ചെയ്യാനും സാധിക്കും. അണ്ടർ കൂൾ ക്ലൈമറ്റ് പാസ്ചറൈസേഷൻ ഈസ് നോട്ട് നെസസറി. എന്താണ്? നല്ല തണുത്ത കാലാവസ്ഥയാണെങ്കിൽ പാസ്ചറൈസേഷൻ ചെയ്തില്ലെങ്കിലും പ്രശ്നമില്ല. ഇനി ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് വാട്ടർ നന്നായിട്ട് ബോയിൽ ചെയ്യുക. ഒരു 80 to 85 ഡിഗ്രി സെൽഷ്യസിൽ വാട്ടർ നന്നായിട്ട് ബോയിൽ ചെയ്യുക. എന്നിട്ട് നമ്മുടെ സ്ട്രോ ഉണ്ടല്ലോ, നമ്മൾ ഈ 8 മുതൽ 10 സെൻറ്റിമീറ്റർ ലോങ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ നമ്മുടെ വൈക്കോല്, ആ വൈക്കോല് ഈ ഒരു വെള്ളത്തിൽ, ബോയിൽ ചെയ്യുന്ന വെള്ളത്തിൽ 10 മുതൽ 20 മിനിറ്റ് വരെ സോക്ക് ചെയ്ത് വെക്കുക. നന്നായിട്ട് തിളപ്പിക്കുക. അങ്ങനെ തിളപ്പിച്ചിട്ട് അല്ലെങ്കിൽ ആ ഒരു ബോയിൽ ചെയ്തിട്ടുള്ള വാട്ടറിൽ നമ്മൾ മുക്കി വെക്കുക. അങ്ങനെ മുക്കി വെക്കുമ്പോൾ നമുക്കറിയാം വൈക്കോൽ എന്ന് പറഞ്ഞാൽ തീരെ വെയിറ്റ് ഇല്ലാത്ത സാധനമാണ് അല്ലേ. അപ്പോൾ അത് വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കും. അങ്ങനെ വെള്ളത്തിൽ പൊങ്ങിക്കഴിഞ്ഞാൽ പ്രോപ്പറായിട്ടത് സോക്കാവില്ല. പാസ്ചറൈസേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് കറക്റ്റായിട്ട് എല്ലാത്തിനും നടക്കില്ല. അതുകൊണ്ട് നമ്മൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വെയിറ്റ് ഇതിൻ്റെ മുകളിൽ കയറ്റി വെച്ച് കൊടുക്കും. കീപ്പ് എ ഹെവി മെറ്റീരിയൽ ഓവർ ഇറ്റ് ടു അവോയ്ഡ് ഫ്ലോട്ടിംഗ് ഓഫ് സ്ട്രോ. allow clean in a dry place. എന്താണ്? ഇങ്ങനെ നമ്മളൊരു 15 മുതൽ 20 മിനിറ്റ് വരെ 80 to 85 ഡിഗ്രി സെൽഷ്യസിൽ ബോയിൽ ചെയ്യുന്ന വാട്ടറിൽ ഇത് ഇങ്ങനെ ഡിപ്പ് ചെയ്ത് മുകളിലൊരു വെയിറ്റൊക്കെ കയറ്റി വെച്ചതിന് ശേഷം, മീൻസ് നമ്മളൊരു ഓവർനൈറ്റ് മൊത്തം എന്ത് ചെയ്തിട്ടുണ്ട്? സോക്ക് ചെയ്തിട്ടുണ്ട്. പിന്നീടാണ് പാസ്ചറൈസേഷൻ ചെയ്യുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഇതിനെടുത്തിട്ട് നമ്മൾ ഡ്രൈ ചെയ്യാൻ വയ്ക്കും. അതായത് ഇപ്പോൾ ഒരുപാട് വെള്ളം ഉണ്ടായിരിക്കും അല്ലേ, ആ വെള്ളമൊക്കെ നമ്മൾ കളഞ്ഞിട്ട് ഇതിനൊന്ന് ഡ്രൈ ചെയ്യാൻ, അത്യാവശ്യം ആ ഒരു വെള്ളം, കൂടുതലുള്ള വെള്ളമൊക്കെ കളയാൻ വേണ്ടിയിട്ട് നല്ല ക്ലീൻ ആയിട്ടുള്ള സർഫസിൽ നമ്മളിങ്ങനെ പരത്തി വയ്ക്കും. എന്നിട്ട് അതൊന്ന് ഡ്രൈ ചെയ്താൽ, ചെറുതായിട്ടൊന്ന് ഡ്രൈ ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് ഇപ്പോൾ ഒരു 100 ലിറ്റർ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊരു 100 ml ഫോർമാലിൻ, 5 ഗ്രാം ഫംഗിസൈഡ്, കാർബൻഡാസിമാണ് ഫംഗിസൈഡ് യൂസ് ചെയ്യുന്നത്. ഫംഗിസൈഡ് എന്താ? ഫംഗസിനെ കില്ല് ചെയ്യാനുള്ളതാണ്. ഫംഗസിനെ എന്തിനാ കില്ല് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ
നമ്മളിനി വളർത്താൻ പോകുന്ന ഫംഗസിൻ്റെ ഒരു പ്രശ്നവും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഫംഗിസൈഡൊക്കെ യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ കമേഴ്ഷ്യലുള്ള പ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ്, ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പാസ്ചറൈസേഷൻ ചെയ്യുന്ന സമയത്താണ് ചെയ്യുന്നത്. 100 ലിറ്റർ വെള്ളത്തിലാണ് നമ്മൾ പാസ്ചറൈസേഷൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിലാണ് ഈ 100 ml ഫോർമാലിൻ്റെയും 5 ഗ്രാം ഫംഗിസൈഡിൻ്റെയൊക്കെ ആവശ്യം വരുന്നത്. അല്ലാതാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കാര്യങ്ങളൊന്നും വേണ്ട, സംഭവങ്ങളൊന്നും വേണ്ട. ജസ്റ്റ് നമുക്കത് ബോയിൽ ചെയ്ത് സോക്ക് ചെയ്ത് ബോയിൽ ചെയ്ത് ഡ്രൈ ചെയ്തെടുത്താൽ മതി. കംപ്ലീറ്റ് ആയിട്ട് ഒരിക്കലും ഡ്രൈ ചെയ്യരുത്. ഇനി സ്പോണിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു നമ്മുടെ ആ ഒരു മഷ്റൂം പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന ഇപ്പം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പ്ലാസ്റ്റിക് ബാഗിലാണ് അല്ലേ. അപ്പോൾ ആ പ്ലാസ്റ്റിക് ബാഗ് എങ്ങനെയാണ് നമ്മൾ ഫില്ല് ചെയ്യുന്നത്, ആ കാര്യമാണ് സ്പോണിങ്ങിലുള്ളത്. 4 ബോട്ടിൽ സ്പോൺ ആർ നെസസറി ഫോർ 10 kg സ്ട്രോ. 4 ബോട്ടിൽ സ്പോൺസ്. നമ്മൾ ബോട്ടിൽസിലാണല്ലോ സ്പോണൊക്കെ പ്രിപ്പയർ ചെയ്തത്, ഗ്രെയിൻസൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് 4 ബോട്ടിൽ സ്പോണിന് 10 kg സ്ട്രോ. 10 kg വൈക്കോൽ എന്ന് പറഞ്ഞാൽ ഡ്രൈ ആയിട്ടുള്ള, നമ്മളിപ്പോൾ ഡ്രൈ ചെയ്തെടുത്തിട്ടുള്ള വൈക്കോലുണ്ടല്ലോ, അതൊരു 10 kg നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ 10 kgക്ക് 4 ബോട്ടിൽ സ്പോൺ മതി. ഓക്കെ. ഇനി ആ സ്ട്രോയിലുള്ള വാട്ടർ കണ്ടൻറ്റ് 65 മുതൽ 70% വരെ ആവാം. അത്രയും വാട്ടർ കണ്ടൻറ്റ് വരെ ആകാം. അതുപോലെ നല്ല ഈൽഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ യങ് സ്പോൺസ് ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. അതായത് സ്പോൺ പ്രൊഡക്ഷൻ്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള യങ് ആയിട്ടുള്ള സ്പോൺസ് വേണം യൂസ് ചെയ്യാൻ. ഇപ്പോൾ സ്പോൺ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് 1 മാസമൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മളത് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ഉദ്ദേശിച്ച പോലത്തെ ഒരു ഈൽഡൊന്നും കിട്ടില്ല. അതുപോലെ പോളിത്തീൻ ബാഗിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ആ ഒരു പോളിത്തീൻ ബാഗിന് 40 മുതൽ 50 സെൻറ്റിമീറ്റർ വരെ നീളം, അതായത് ഇങ്ങനെ 40 മുതൽ 50 സെൻറ്റിമീറ്റർ വരെ നീളവും 25 സെൻറ്റിമീറ്റർ വരെ ഡയാമീറ്ററും ഒക്കെ ആണെങ്കിൽ നല്ല ഐഡിയൽ ആയിട്ടുള്ളൊരു വലുപ്പമാണത്. അതുപോലെ 10 മുതൽ 15 സെൻറ്റിമീറ്റർ ഇനി നമ്മൾ നിറയ്ക്കാൻ പോവുക. ഈ ഒരു പോളിത്തീൻ ബാഗ് നമ്മൾ നിറയ്ക്കാൻ പോവുകയാണ്. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ സ്ട്രോ ഒക്കെ ശരിയാക്കി വെച്ചിട്ടുണ്ടല്ലോ, 65 to 70% ആയിട്ട് വാട്ടർ കണ്ടൻ്റൊക്കെ ഉള്ള നമ്മുടെ സ്ട്രോ എടുത്തിട്ട് അതിനൊരു ബെഡ് പോലെ ഇങ്ങനെ ആക്കാം. ഇങ്ങനെ ഒരു റൗണ്ടിൽ എന്ത് ചെയ്യുക, കുറേ വൈക്കോൽ ഇങ്ങനെ വെക്കുക. എന്നിട്ട് ഒരു 10 മുതൽ 15 സെൻറ്റിമീറ്റർ തിക്കിൽ വേണം വെക്കാൻ. എന്നിട്ട് അതിൻ്റെ ബോട്ടം സൈഡിൽ, നമ്മുടെ ഈ ഒരു പോളിത്തീൻ ബാഗിൻ്റെ ബോട്ടത്തിൽ നമ്മളതിങ്ങനെ വെച്ച് കൊടുക്കുക. 10 മുതൽ 15 സെൻറ്റിമീറ്റർ വരെ കനത്തിൽ വെച്ച് കൊടുക്കുക. ഇനി ചെയ്യേണ്ടത്, എ തിൻ ലെയർ ഓഫ് സ്പോൺ ഈസ് സ്പ്രെഡ് ഓവർ ദ സബ്സ്ട്രേറ്റ് ലെയർ അലോങ് വിത്ത് സർക്കംസ്റ്റൻസ്. ഇതിൻ്റെ സൈഡുകളിൽ നമ്മളിപ്പോൾ സ്ട്രോ ഇട്ട് കൊടുത്തല്ലോ, ഇതാണ് നമ്മൾ വെച്ച് കൊടുത്ത വൈക്കോൽ എന്നുണ്ടെങ്കിൽ വൈക്കോലിൻ്റെ സൈഡിൽ നമ്മൾ എന്ത് ചെയ്യുക, മുകളിൽ സൈഡിലായിട്ട് സ്പോൺസ് വിതറി കൊടുക്കുക. ഈ സ്പോൺസ് വിതറി കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ലെയർ ഇതുപോലെ തന്നെ വൈക്കോൽ വയ്ക്കുക. അതുപോലെ സൈഡുകളിലൊക്കെ സ്പോൺ വെച്ച് കൊടുക്കുക. ദെൻ അടുത്ത ലെയർ വൈക്കോൽ വയ്ക്കുക, സ്പോൺ വയ്ക്കുക. അങ്ങനെ ഈ ഒരു സ്ട്രക്ചർ മൊത്തം, ആ ഒരു പോളിത്തീൻ ബാഗ് മൊത്തം ഫില്ല് ചെയ്യുക. ഈ പോളിത്തീൻ ബാഗ് മൊത്തം ഫില്ല് ചെയ്യരുത്. മോൾ ഭാഗത്ത് കുറച്ച് വിട്ടിട്ട് നമ്മളവരോട് നന്നായിട്ട് കറക്റ്റായിട്ട് ടൈ ചെയ്ത് കൊടുക്കുക. ടൈ ചെയ്ത് കൊടുത്ത് കഴിഞ്ഞിട്ട് ഹോൾസ് ഉണ്ടാക്കുക. അതെന്തെങ്കിലും സ്റ്റെറിലൈസ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും വസ്തുക്കൾ കൊണ്ട് വേണം നമ്മളത് ഹോൾസ് ഉണ്ടാക്കി കൊടുക്കാൻ. കറക്റ്റായിട്ട് സ്റ്റെറിലൈസ് ചെയ്യാത്ത വല്ല വസ്തുക്കളാണെന്നുണ്ടെങ്കിൽ ഒരു കണ്ടാമിനേഷനൊക്കെ വന്ന് നമ്മുടെ ഫംഗസ് വളരാൻ പോകുന്ന നമ്മുടെ കൂണുകളൊക്കെ കേടായി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ സ്റ്റെറിലൈസ് ചെയ്തിട്ടുള്ള വസ്തുക്കൾ കൊണ്ട് വേണം നമ്മൾ ഹോൾസ് ഉണ്ടാക്കി കൊടുക്കാൻ. അതുപോലെ ഹോൾസ് ഉണ്ടാക്കുമ്പോൾ കൂടുതലായിട്ടും നമ്മൾ ഓരോ ലെയറുകൾ സ്പോൺസ് ഇട്ട് കൊടുത്തിട്ടില്ലേ, ആ ഭാഗത്തൊക്കെ തന്നെ ഹോൾസ് ഇടാൻ ശ്രദ്ധിക്കുക. എന്നാലേ മൈസീലിയൽ ഗ്രോത്ത് പെട്ടെന്ന് നടക്കുകയുള്ളൂ. This process continued by alternative layers of straw and spawn. Tie the end of bag, make holes. ഓക്കെ അല്ലേ? ഇനി അടുത്തത് സ്പോൺ റണ്ണിങ്. സ്പോൺ റണ്ണിങ്ങിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഫിൽഡ് ബാഗ്സ് ആർ കെപ്റ്റ് ലെങ്ത് വൈസ് ഓൺ എ ഫ്ലാറ്റ് സർഫസ് ഓർ പ്ലാറ്റ്ഫോം. നമ്മളിപ്പോൾ ഫില്ല് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ബാഗുകളുണ്ടല്ലോ, അത് കുറച്ച് നാൾ കൂളായിട്ടുള്ള ഡാർക്കായിട്ടുള്ള പ്ലേസിൽ, നല്ല കൂൾ ഡാർക്കായിട്ടുള്ള പ്ലേസിലൊക്കെ നമ്മൾ സൂക്ഷിച്ച് വയ്ക്കാം. ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അതിലെന്തെങ്കിലും ഗ്രീനോ ബ്ലാക്ക് കളർ ഗ്രോത്ത് അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അത് കണ്ടാമിനേറ്റഡ് ആയി, എന്തോ കണ്ടാമിനേഷൻ അതിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ ബാഗ് നമ്മൾ അപ്പം തന്നെ ആ ഒരു കുറേ ബാഗ്സ് ഉണ്ടാവുമല്ലോ, അതിൽ നിന്ന് ആ ഒരു ബാഗ് നമ്മൾ റിമൂവ് ചെയ്ത് കളയണം. അല്ലെങ്കിൽ ബാക്കിയുള്ളതിലേക്ക് അത് സ്പ്രെഡ് ആവും. അതുകൊണ്ട് ഗ്രീൻ ബ്ലാക്ക് കളറൊക്കെ, വൈറ്റ് കളർ അല്ലാതെ മറ്റെന്ത് ഗ്രോത്ത് അതിൽ വന്നോ അതിനൊക്കെ നമ്മൾ ആ ഒരു ബാഗ് മൊത്തമായിട്ട് എടുത്ത് കളയണം. ഇനി
ആ വെക്കാൻ പറ്റിയൊരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ 20 മുതൽ 30 ഡിഗ്രി വരെ ടെമ്പറേച്ചറും 70 to 80% ഹ്യൂമിഡിറ്റിയാണ് വേണ്ടത്. ഇനി ഇങ്ങനെ നമ്മൾ കൂളായിട്ടുള്ള ഡാർക്കായിട്ടുള്ള ഒറ്റ ലൈറ്റും ഇല്ലാത്ത സ്ഥലത്താണ് വെക്കുക. വെച്ച് കഴിഞ്ഞിട്ട് മൊത്തമായിട്ട് നമ്മളിങ്ങനെ ഇടയ്ക്ക് പീരിയോഡിക്കായിട്ട് അത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ഐസിയിലെ ഗ്രോത്തൊക്കെ എങ്ങനെയുണ്ട്, എന്തെങ്കിലും ഡാമേജ് ആയിട്ടുള്ള ബാഗുകളുണ്ടോ, അപ്പോൾ അത് റിമൂവ് ചെയ്യണം. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഈ ഒരു കണ്ടീഷനിൽ നിന്ന്, അതായത് ലെയർ ബൈ ലെയർ ആയിട്ട് വൈറ്റും സ്ട്രോവും മാത്രം ആയിരുന്ന ഒരു സാധനം മൊത്തം നമ്മുടെ വൈറ്റിഷ് ആയിട്ട് മൈസീലിയൽ മൊത്തമായിട്ട് ആ ഒരു വൈറ്റ് മാറ്റർ കംപ്ലീറ്റ് ആയിട്ട് ആയിക്കഴിഞ്ഞാൽ മൈസീലിയൽ ഗ്രോത്ത് കംപ്ലീറ്റ് ആയി എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ റിമൂവ് ചെയ്യാം. മൊത്തം ആ ഒരു വൈറ്റ് മൈസീലിയം വളർന്നു കഴിഞ്ഞാൽ ഒരു സോളിഡ് സിലിണ്ടർ, വൈറ്റ് സോളിഡ് സിലിണ്ടർ പോലെയാണ് കാണാം. ഈ ഒരു പിക്ചറിൽ കാണുന്ന പോലെയാണ് നമുക്ക് കാണാൻ പറ്റുക. ഇനി അടുത്തതാണ് അതിൻ്റെ ഫ്രൂട്ട് ഫോർമേഷൻ. ഫ്രൂട്ട് ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂണുകൾ അതിലുണ്ടായി വരിക. കൂണെന്ന് പറഞ്ഞാൽ എന്താ, സ്പോറോകാർപ്പാണല്ലേ. ആ സ്പോറോകാർപ്പ് അതിൽ ഉണ്ടായി വരുന്നൊരു സ്റ്റെപ്പാണ് ക്രോപ്പിംഗ് എന്ന് പറഞ്ഞാൽ. ക്രോപ്പിങ്ങിൽ നമ്മളിപ്പോൾ ഡാർക്കായിട്ടുള്ള കൂളായിട്ടുള്ള സ്പേസിലായിരുന്നു വെച്ചത്. ഇനി അതിനെ മാറ്റണം. അതിനെ അവിടെ നിന്ന് മാറ്റിയിട്ട് എപ്പോഴാണ് മാറ്റുക, ഇൻക്യുബേറ്റഡ് ഫോർ ഫ്രൂട്ട് ബോഡി ഫോർമേഷൻ. ഈ ഫ്രൂട്ട് ബോഡി ഫോർമേഷന് വേണ്ടി നമ്മളതിനെ ഇൻക്യുബേറ്റ് ആയിരുന്നു ചെയ്തത്. ഇനി ഈ ഒരു ബാഗിൽ, ഇപ്പോൾ ഇതായിരുന്നു ബാഗ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ലെയറുകളിലൊക്കെയാണല്ലോ നമ്മൾ സുഷിരങ്ങളിട്ടിട്ടുള്ള ഹോൾസ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ചെറിയ ചെറിയ ഫ്രൂട്ട് ബോഡീസ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഹോളിൽ കൂടെ ചെറിയ ചെറിയ വൈറ്റ് സ്ട്രക്ചേഴ്സ് വരാൻ തുടങ്ങും. അത് പ്രോപ്പറായിട്ടൊരു കൂൺ പോലെ ഒന്നും ആയിരിക്കില്ല. ചെറിയൊരു വൈറ്റ് കളറിലുള്ള ഒരു ഒരു റൗണ്ട് സ്ട്രക്ചറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ടായിരിക്കും അതിങ്ങനെ വരിക. എന്നിട്ട് നമ്മളതിനെ സ്റ്റോർ ചെയ്ത് വെക്കുക. ഇപ്പോൾ ഈ ഒരു ഇതിൽ കാണുന്ന പോലെ ഒന്നെങ്കിൽ ലെയർ ബൈ ലെയർ ആയിട്ട് ഓരോന്നിങ്ങനെ കെട്ടി തൂക്കി ഇടാം. ഒരു ബാഗ് വയ്ക്കാം, അതിൻ്റെ താഴെ അടുത്ത ബാഗ് വയ്ക്കാം. അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് കുറേ ബാഗുകൾ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുക. എവിടെയാണ് സ്റ്റോർ ചെയ്ത് വെക്കുക, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഈ കോക്കനട്ടിൻ്റെ ലീഫൊക്കെ വെച്ചിട്ട് അതുപോലെ വുഡൻ പോൾസൊക്കെ വെച്ചിട്ട് ഒരു സ്ട്രക്ചർ ഉണ്ടാക്കാമെന്ന്, ഒരു ഷെഡ് ഉണ്ടാക്കാമെന്ന്. അതുപോലുള്ള ഷെഡിലാണ് നമ്മൾ വെക്കുക. അതിൽ പ്രോപ്പറായിട്ടുള്ള എയറേഷൻ വേണം, അതുപോലെ നല്ല ഹ്യൂമിഡിറ്റി വേണം, ലൈറ്റ് വേണം. ഫസ്റ്റ് നമ്മളിങ്ങനെ വെച്ചത് ഡാർക്ക് പ്ലേസിലായിരുന്നു. ഇനി നമ്മൾ മാറ്റാൻ പോകുന്നത് ലൈറ്റ് കിട്ടുന്ന ഒരു സ്ഥലത്താണ്. അതും ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ലൈറ്റ് അല്ല, ഒരു മീഡിയം ലൈറ്റ് ആയിരിക്കണം, നല്ല എയറേഷൻ ആയിരിക്കണം. അതിൻ്റെ കാര്യങ്ങൾ നോക്കാം. സഫിഷ്യൻറ്റ് മോയ്സ്ചർ ഈസ് നെസസറി. വാട്ടർ ക്യാൻ ബി സ്പ്രിങ്കിൾഡ് ഫോർ മെയിൻറ്റെയിൻ ദ ഹ്യൂമിഡിറ്റി 2 to 3 times എ ഡേ. നമ്മൾ നല്ല ഒരു മോയ്സ്ചർ കണ്ടൻറ്റ് അതിൻ്റെ ഉള്ളിൽ നിലനിർത്തണം. ദിവസം ഇപ്പോൾ സ്പ്രിങ്കിൾ ചെയ്യുന്ന വാട്ടറൊക്കെ സ്പ്രിങ്കിൾ ചെയ്യുന്ന സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ 2 മുതൽ 3 തവണ വരെ ഒരു ദിവസം സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. അതുപോലെ അതിൻ്റെ ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞാൽ 72 to 75% നമ്മൾ നിലനിർത്തണം. അതിനാണ് ദിവസം 2-3 തവണ വാട്ടർ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ടെമ്പറേച്ചർ ഒരു 20 to 28 ഡിഗ്രിയിൽ നിർത്തണം. അതായത് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ തന്നെ 37 ഡിഗ്രിയാണ്. അപ്പോൾ അതിനേക്കാട്ടൊക്കെ ഒരുപാട് താഴെ ആയിരിക്കണം നിർത്തേണ്ടത്. അതായത് ആ ഒരു ഷെഡിൻ്റെ മൊത്തം ഹ്യൂമിഡിറ്റി ഇത്ര ആയിരിക്കണം, അതിൻ്റെ ഒരു ഇടയിലുള്ള ടെമ്പറേച്ചർ ആയിരിക്കണം. ഇനി അതിൽ സ്പോറോകാർപ്പുകൾ വരാൻ തുടങ്ങുക 5 മുതൽ 10 ദിവസം ആകുമ്പോഴേക്കും സ്പോറോകാർപ്പുകൾ വരും. അതായത് ഇങ്ങനെയുള്ള കൂണ് പോലെ അതും ഉണ്ടായി തുടങ്ങും. ഇനി ഓരോ സ്പോറോകാർപ്പും സൈസിലും ഷേപ്പിലും കളറിലൊക്കെ വ്യത്യാസം ഉണ്ടായിരിക്കും. ഏത് സ്പോണാണോ, എന്തിൻ്റെ സ്പോണാണോ നമ്മൾ യൂസ് ചെയ്തത് അതിനനുസരിച്ചുള്ള സൈസിലും ഷേപ്പിലും കളറിലുള്ള സ്പോൺസ് അല്ലെങ്കിൽ സ്പോറോകാർപ്പുകളായിരിക്കും ഡെവലപ്പ് ചെയ്യുക. ഇനി ഏത് സമയത്താണ് ഇത് ഹാർവെസ്റ്റ് ചെയ്യാൻ ബെസ്റ്റ് എന്ന് വെച്ചാൽ, ഈ ഒരു ഇപ്പോൾ ഒരു സ്പോൺ ഇങ്ങനെ വളർന്ന് വന്നിട്ട് ഒരു സ്പോറോകാർപ്പായി, സ്പോറോകാർപ്പ് ഇങ്ങനെയായിരിക്കും വളർന്നു വരിക. ഇത് വന്നിട്ട് അതിനൊരു മടക്ക് വരും. ഇപ്പോൾ ഒരു കൂണാണെന്നുണ്ടെങ്കിൽ ആ കൂണിന് ഇങ്ങനെ ഒരു ക്യാപ്പ് ഉണ്ടായിരിക്കില്ലേ, പൈലസ് ഉണ്ടായിരിക്കില്ലേ, പൈലസ് ആണെന്ത് ക്യാപ്പ് അല്ലേ. ആ പൈലസ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ഒരു സ്ട്രക്ചർ ചെറുതായിട്ട് ഇങ്ങനെ വളയാൻ തുടങ്ങും സൈഡിലേക്ക്. അങ്ങനെ വളഞ്ഞ് തുടങ്ങുന്ന ആ ഒരു ടൈമാണ് ശരിക്കും ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റിയ സമയം. കാരണം അങ്ങനെ വളഞ്ഞ് പ്രോപ്പറായിട്ടൊരു കൂണായി കഴിഞ്ഞാൽ പിന്നെ അതുമേൽ സ്പോറുകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. ആ ഒരു കണ്ടീഷൻ വരെ വെയിറ്റ് ചെയ്യരുത്. ഇങ്ങനെ ചെറുതായിട്ടൊന്ന് പൈലസിന് വേണ്ടി വളയുന്ന സമയത്ത് തന്നെ അത് നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യണം. അതുപോലെ ഹാർവെസ്റ്റ് ചെയ്യുമ്പോഴും നല്ല കെയർഫുൾ ആയിരിക്കണം. നല്ല ഷാർപ്പ് നൈഫൊക്കെ വെച്ചിട്ട് വേണം നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യാൻ. അതും സ്റ്റെറിലൈസ് ചെയ്തതായിരിക്കണം, വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവരുത്. സ്റ്റെറിലൈസ് ചെയ്ത് നല്ല ഷാർപ്പ് എഡ്ജായിട്ടുള്ള നൈഫായിരിക്കണം യൂസ് ചെയ്യേണ്ടത്. അതുപോലെ 5 മുതൽ 8 ദിവസം, അതായത് ഒരാഴ്ചയ്ക്കുള്ളിലൊക്കെ തന്നെ നമുക്ക് വീണ്ടും എന്ത് ചെയ്യാൻ പറ്റും, ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റും.
ഇനി ഹാർവെസ്റ്റിംഗ് എങ്ങനെയായിരുന്നു? നമ്മൾ കറക്റ്റായിട്ട് 5 മുതൽ 8 ദിവസത്തിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് ഓരോ കുറേ ഇങ്ങനെ ഹാർവെസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും അല്ലേ? 10 കിലോ ഒക്കെ വരെ നമുക്ക് ഡെയിലി കിട്ടുമെന്നാണ് പറഞ്ഞത്. 10 മുതൽ 15 സ്ക്വയർ മീറ്റർ ഒക്കെ ഉള്ള ഒരു ഷെഡാണെന്നുണ്ടെങ്കിലും ഡെയിലി ഒരു 10 കിലോഗ്രാം വരെ എന്ത് കിട്ടും? മഷ്റൂം കിട്ടും അല്ലേ? ഇനി അതിൻ്റെ ഹാർവെസ്റ്റിംഗ് കഴിഞ്ഞിട്ട് എന്താ ചെയ്യുന്നത്? സ്പോറോകാർപ്പിൽ നമ്മളിപ്പോൾ പൊട്ടിച്ചെടുത്തിട്ടുള്ള സ്പോറോകാർപ്പിൽ കറക്റ്റായിട്ട് അതിൻ്റെ താഴെ ഭാഗത്ത് ഇപ്പോൾ സ്പോറോകാർപ്പ് ഇങ്ങനെയായിരിക്കും ഉണ്ടായിരിക്കുക അല്ലേ? അതിൻ്റെ താഴെ ഭാഗത്ത് എന്തുണ്ടായിരിക്കും? ഡെബ്രിസ് ഉണ്ടായിരിക്കും, അഴുക്കുകളൊക്കെ ഉണ്ടായിരിക്കും. അതൊക്കെ റിമൂവ് ചെയ്ത് കളയുക. ഒരിക്കലും വെള്ളം കൊണ്ട് കഴുകുകയല്ല ചെയ്യേണ്ടത്, കൈ കൊണ്ട് കളയുക. അതുപോലെ ഡ്രൈ ക്ലോത്ത് വെച്ചിട്ട്, തീരെ വെള്ളമൊന്നും ഇല്ലാത്ത ക്ലോത്ത് വെച്ചിട്ട്, തുണി വെച്ചിട്ട് തുടയ്ക്കുക. അതിന് കറക്റ്റായിട്ട് ക്ലീൻ ചെയ്യുക. അതിനുശേഷം പോളിത്തീൻ ബാഗുകളിൽ പാക്ക് ചെയ്യുക. പോളിത്തീൻ ബാഗുകളിൽ ഹോളുകളുള്ള പോളിത്തീൻ ബാഗിൽ വേണം പാക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ അത് കേടായിപ്പോവും. അതുപോലെ നമുക്കിതിനെ മാർക്കറ്റ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ഒന്നില്ലെങ്കിൽ നമുക്ക് ഫ്രഷ് ആയിട്ട് മാർക്കറ്റ് ചെയ്യാം. അതുപോലെ 2-3 ദിവസം ഫ്രിഡ്ജിലൊക്കെ വെച്ചാലും പ്രശ്നമൊന്നുമില്ല, ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കതിന് ഇപ്പോൾ ഓയിസ്റ്റർ മഷ്റൂം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന് സൺ ഡ്രൈ ചെയ്യാം. നല്ല വെയിലൊക്കെ ഉള്ള സമയമാണെങ്കിൽ നമുക്ക് പുറത്ത് സൂര്യൻ്റെ വെളിച്ചം കൊണ്ട് തന്നെ ഉച്ചയ്ക്കൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഡ്രൈ ചെയ്ത് കിട്ടും. അല്ല കമേഴ്ഷ്യലി നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുകയാണ്, നമുക്കിങ്ങനെ സൂര്യൻ്റെ ആ ഒരു വെയിലത്തിട്ടൊന്നും ഉണക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അതിന് മെക്കാനിക്കൽ ഡീഹൈഡ്രേറ്റേഴ്സ് ഉണ്ട്, മെഷീൻസ് ആണ്. അതിൽ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതിലെ വാട്ടർ കണ്ടൻറ്റൊക്കെ സക്ക് ചെയ്തെടുക്കും. അപ്പോൾ പിന്നെ അതിങ്ങനെ ഈ ഒരു ഇതിൽ കാണുന്ന പോലെ ഡ്രൈ ആയിട്ട് കിട്ടും. ഇനി ഡ്രൈ ചെയ്ത് കഴിഞ്ഞാൽ 1 കിലോ മഷ്റൂം ഡ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു 80 മുതൽ 100 ഗ്രാം മഷ്റൂം മാത്രമേ കിട്ടുള്ളൂ. അത്രയും കുറവേ കിട്ടുള്ളൂ, കാരണം അതിലെ വാട്ടർ കണ്ടൻറ്റൊക്കെ ഫുൾ റിമൂവ് ചെയ്യുമല്ലോ. അതുകൊണ്ട് 1 kg നിന്ന് 80 to 100 ഗ്രാം വരെ കിട്ടുള്ളൂ. ഇനി നമ്മളത് യൂസ് ചെയ്യുന്ന സമയത്ത് ഡ്രൈ മഷ്റൂമാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു 10 മുതൽ 15 മിനിറ്റ് ഒക്കെ വരെ നമ്മൾ വാം വാട്ടറിൽ, ചൂടുള്ള വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഫ്രഷ് ആയിട്ടാണെങ്കിൽ നമുക്ക് മാർക്കറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഡ്രൈ ചെയ്തിട്ടും മാർക്കറ്റ് ചെയ്യാം. ഡ്രൈ ചെയ്യുകയാണെങ്കിൽ കുറേ നാൾ കേടാവാതിരിക്കുകയും ചെയ്യും. മനസ്സിലായില്ലേ എന്താണ് പറഞ്ഞതെന്നുള്ളത്? നമ്മൾ മഷ്റൂം കൾച്ചറിൻ്റെ ടോപ്പ് ടു ബോട്ടം ഇപ്പോൾ 2 വീഡിയോയിലായിട്ട് കവർ ചെയ്തു. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് സ്പോൺ കൾച്ചർ ആയിരുന്നു. ഇന്ന് പറഞ്ഞത് എങ്ങനെ നമ്മൾ സ്പോണിനെ ആ ഒരു സെറ്റപ്പിലേക്ക് കൊണ്ടുവന്ന് എങ്ങനെയാണ് സ്പോറോകാർപ്പ് ഡെവലപ്പ് ചെയ്യുന്നത്, സ്പോറോകാർപ്പ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ സിറ്റുവേഷൻസ് ആണ് നമ്മൾ ഉണ്ടാക്കി കൊടുത്തത്, അതുപോലെ എങ്ങനെ ഹാർവെസ്റ്റിംഗ് നടന്നു, ഹാർവെസ്റ്റിംഗ് കഴിഞ്ഞിട്ട് അതിൻ്റെ മാർക്കറ്റിംഗ് എങ്ങനെയായിരുന്നു എന്നൊന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കിയില്ല, ജസ്റ്റ് അതിൻ്റെ ഡ്രൈ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ നോക്കിയുള്ളൂ. അപ്പോൾ കറക്റ്റായിട്ട് ഈ ഭാഗം പഠിച്ചു വയ്ക്കുക. നിങ്ങൾക്ക് SI ഒക്കെ വരാവുന്ന ഒരു പോർഷനാണ്. അതുപോലെ 1 വേർഡിനും ചിലതൊക്കെ ചോദിക്കാം. ഇപ്പോൾ സ്പോൺ എന്താണെന്നൊക്കെ 1 വേർഡിന് ചോദിക്കാം. അതുപോലെ ഏത് പോർഷനാണ് മഷ്റൂമിൻ്റെ യൂസ് ചെയ്യുന്നത്, സ്പോറോകാർപ്പാണ് യൂസ് ചെയ്യുന്നത്, അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളും 1 വേർഡിനും ചോദിക്കാം. ഓക്കെ.